ഹോട്ടൽ കഥയുണ്ടേ, കാട്ടുകുറുക്കൻ വൈദ്യൻ കഥയുണ്ടേ, കാട്ടുകുറുക്കൻ വൈദ്യൻ കഥയുണ്ടേ, കാട്ടുമരങ്ങളുടെ സങ്കട കഥയുണ്ടേ, ചെറുമീനുകളുടെ പുതുസുന്ദര കഥയുണ്ടേ. വന്നേ വന്നേ നമ്മുടെ ഡുണ്ടുമോ, കളിചിരിയായി രസിപ്പിക്കാൻ വന്നേ, പാട്ടുകൾ പാടാൻ കഥകൾ കേട്ടിടാം, ഡുണ്ടുമോളത്താടിപ്പാടിടാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡുണ്ടുമോൾ. എന്നെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ മുൻപ് പറഞ്ഞു തന്ന കഥകളും പാട്ടുകളുമെല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് എനിക്കറിയാം. അതുപോലെ ഇത്തവണയും നല്ല കുറേ കഥകളും രസകരമായ പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. കൂട്ടുകാരെ, മായം ചേർക്കൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ തട്ടുകട നടത്തിയ കരടി ചേട്ടനും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി. ഇതുകൊണ്ട് കാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് അറിയണ്ടേ? ഇതാ ഈ കഥ കണ്ടോളൂ. ഒരു ചായ പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. ഇന്നെങ്ങാനും ചായ കിട്ടുമോ? ആനപ്പൻ സാർ തിടുക്കം കൂട്ടല്ലേ. ചായ നന്നായി ചൂടാറ്റി തന്നില്ലെങ്കിൽ തുമ്പിക്കൈ പൊള്ളും. ഞാനിതൊന്ന് ചൂടാറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞത് കപ്പ ബിരിയാണി ആയിരുന്നു. അതാണ് ഈ അടുപ്പിലിരിക്കുന്നത്. കാട്ടിൽ കപ്പ സപ്ലൈ ചെയ്യുന്ന തൊരപ്പനല് കപ്പ കൊണ്ടുവരാൻ വൈകി. അതാണ് കപ്പ ബിരിയാണി റെഡിയാവാൻ താമസിച്ചത്. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ ശരിയാക്കി തരാം. പറ്റില്ല, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ പോകുന്നു. പോകല്ലേ കടുവച്ചാരെ, നല്ല കാട്ടുപോത്തിന്റെ നട്ടല്ലിട്ട് പുഴുങ്ങിയ കപ്പ ബിരിയാണിയാണ്. അത് കഴിച്ചിട്ട് പോകരുതോ? കാട്ടുപോത്തിന്റെ എല്ലിട്ട് പുഴുങ്ങിയതാണെങ്കിൽ അത് കഴിച്ചിട്ട് പോകാം. ആനപ്പൻ സാറേ, ഇതാ ചായ. ഓ, എന്തൊരു മധുരം! ആനപ്പൻ സാറായതുകൊണ്ട് മധുരം ഇത്തിരി കൂട്ടിയിട്ടതാ. കൊള്ളാമോ? എനിക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? മധുരമിടാത്ത ചായ വേണമെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ചായ വേണമെന്ന് മാത്രമേ ആനപ്പൻ സാറ് പറഞ്ഞുള്ളൂ. മധുരം വേണ്ടെന്ന് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. തന്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഒരു ചായ കൂടി പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ആനപ്പൻ സാറേ, ഈ ചായ ഞാൻ കുടിച്ചോളാം. സിംഹവാല, ചില്ലിക്കോഴിയും പൊറോട്ടയും പോരട്ടെ. ചിക്കൻ ഏതാണ് വേണ്ടത്? കാട്ടുകോഴിയോ കുളക്കോഴിയോ? കുളക്കോഴി പോന്നോട്ടെ. ഹോ, ചിക്കന്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറുന്നു. കരടിയാശാനെ, കപ്പ ബിരിയാണി വേണ്ട, പൊറോട്ടയും കാട്ടുകോഴിയും മതി. ഓ, ആയിക്കോട്ടെ. ആനപ്പൻ സാറിന് ഒട്ടകപ്പച്ചിയുടെ മുട്ട ഓംലെറ്റ് എടുക്കട്ടെ? ഒന്നും വേണ്ട. ഷുഗറും കൊളസ്ട്രോളും ഉള്ളതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കണമെന്നാണ് വൈദ്യം പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം നിയന്ത്രിച്ചിട്ടും തടി കുറയുന്നില്ല അല്ലേ? യോഗ പരിശീലിക്കാമായിരുന്നില്ലേ? ഓ, അതൊക്കെ ബുദ്ധിമുട്ടാണെന്നേ. തലകുത്തി നിൽക്കാനൊന്നും എനിക്ക് വയ്യ. ഇതാ പൊറോട്ടയും കോഴി. ഇതാ ആനപ്പൻ സാറിന് മധുരമിടാത്ത ചായ. സിംഹവാല, മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ട്. ഇന്ന് കട നേരത്തെ അടയ്ക്കേണ്ടി വരും. സിംഹവാല, ബാക്കി വന്ന കപ്പ ബിരിയാണി ആ വേസ്റ്റ് കുഴിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞേക്ക്. എന്താ ആശാനേ ഇത്? ഇത്രയും കപ്പ ബിരിയാണി കൊണ്ടുപോയി കളയാനോ? അല്ലാതെ പിന്നെ ഇത് എന്തു ചെയ്യാനാ? നമ്മളെ കൊണ്ട് തന്നെ തിന്നു തീർക്കാൻ പറ്റുമോ? ആശാനിനിയും കച്ചവടം ചെയ്ത് ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ഇതൊന്നും കളയേണ്ട ആവശ്യമില്ലെന്നേ.
എടുത്തു വെച്ചിട്ട് നാളെ ചൂടാക്കി കൊടുക്കണം. ഇന്നത്തെ നഷ്ടം നാളത്തെ ലാഭം, അല്ലാതെ പിന്നെ. എന്നാലും അത് വേണോ? എന്റെ ആശാനെ, എന്നും ഈ തട്ടുകട കൊണ്ട് ജീവിക്കാനാണോ പരിപാടി? ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആശാനും വേണ്ടേ? വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോടാ? ഉണ്ട്. ആശാനൊന്ന് മനസ്സ് വെച്ചാൽ ഈ തട്ടുകടയിൽ നിന്ന് കാശുണ്ടാക്കി ഇവിടെ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാം. 5 സ്റ്റാർ ഹോട്ടൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ലേ. കഴിയണം ആശാനെ, കഴിയണം. ആശാൻ മുതലാളിയും ഞാൻ മാനേജരായും ആ ഹോട്ടലിൽ അങ്ങനെ സുഖിച്ചിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഹോ, ഞാനതൊന്ന് കാണട്ടെ. ബിരിയാണി ബിരിയാണി മട്ടൻ ബിരിയാണി, തന്തൂരി തന്തൂരി ചിക്കൻ തന്തൂരി. ബിരിയാണി ബിരിയാണി മട്ടൻ ബിരിയാണി, തന്തൂരി തന്തൂരി ചിക്കൻ തന്തൂരി. നൂഡിൽസ് ഫ്രൈഡ് റൈസ്, ഫിഷ് മോളി എഗ് റോസ്റ്റ്, പുലാവ് കബാബ് കുബു ഷവർമ. ബിരിയാണി ബിരിയാണി മട്ടൻ ബിരിയാണി, തന്തൂരി തന്തൂരി ചിക്കൻ തന്തൂരി. ബിരിയാണി ബിരിയാണി മട്ടൻ ബിരിയാണി, തന്തൂരി തന്തൂരി ചിക്കൻ തന്തൂരി. നൂഡിൽസ് ഫ്രൈഡ് റൈസ്, ഫിഷ് മോളി എഗ് റോസ്റ്റ്, പുലാവ് കബാബ് കുബു ഷവർമ. Cocina con mi cha, con mi cha cha, con mi cha cha cha. കയറിക്കൂ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാരും, അവിടുണ്ട് ചൈനീസും തനി നാടൻ ഭക്ഷണവും. കയറിക്കൂ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാരും, അവിടുണ്ട് ചൈനീസും തനി നാടൻ ഭക്ഷണവും. വിലയൽപ്പം കൂടുതലായാൽ പോലും നിങ്ങൾക്ക് ഗുണമേറെ മെനു വായിച്ചിട്ട് ഓർഡർ ചെയ്തിടൂ. ബിരിയാണി ബിരിയാണി മട്ടൻ ബിരിയാണി, തന്തൂരി തന്തൂരി ചിക്കൻ തന്തൂരി. നൂഡിൽസ് ഫ്രൈഡ് റൈസ്, ഫിഷ് മോളി എഗ് റോസ്റ്റ്, പുലാവ് കബാബ് കുബു ഷവർമ. ആശാനെ, ആശാനെ, സ്വപ്നം കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് പോകണ്ടേ? അയ്യോ, സമയം ഒരുപാടായല്ലേ, നമുക്ക് പോകാം. ആശാനെ, ഞാൻ പറഞ്ഞതുപോലെ തട്ടുകടയ്ക്ക് മാറ്റം വരുത്തിയപ്പോൾ അടിക്കടി കച്ചവടം മെച്ചപ്പെടുന്നത് ആശാൻ കാണുന്നില്ലേ? തീർച്ചയായും നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇതുപോലെ 1 വർഷം കച്ചവടം നടന്നാൽ അടുത്ത വർഷം നമുക്ക് ഈ കാട്ടിലൊരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാം. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മേന്മയല്ല, കടയുടെ ഭംഗിയും നമ്മുടെ ഈ വേഷവിധാനങ്ങളും ഒക്കെയാണ് എല്ലാവരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. അതു പിന്നെ എനിക്കറിയില്ലേ. 4 ദിവസമായ ചിക്കനും മട്ടനും കപ്പ ബിരിയാണിയും ഒക്കെ അല്ലേ നമ്മൾ ഇവിടെ ചൂടാക്കി കൊടുക്കുന്നത്. അതെ അതെ, കഴിക്കുന്നവർക്കെല്ലാം നിറഞ്ഞ സംതൃപ്തി, ഒരു പ്രത്യേക രുചിയാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പെട്ടിയിൽ പണം വീഴണമെങ്കിൽ ഇങ്ങനെ തന്നെ കച്ചവടം ചെയ്യണം. അതാ 2 പേർ വരുന്നുണ്ട്. ഇവിടെ എന്താണുള്ളത്? സിംഹവാല, കാട്ടിലെ പള്ളിക്കുടത്തിലേക്ക് 25 ഷവർമ ആനപ്പൻ സാറ് ഓർഡർ ചെയ്തിട്ട് പോയതാണ്. അത് വേഗം കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാം. ഹലോ, ഇവിടെ എന്താണുള്ളതെന്ന്? ഉപ്പനെ ഉപ്പിലിട്ടത്, നത്തിനെ കൊത്തിയെരിഞ്ഞത്, കടുവയെ കടുകിട്ട് വറുത്തത്, കുറുക്കനെ കുറുക്കി വെറ്റിച്ചത്, പിന്നെ കാട്ടുകോഴി, കുളക്കോഴി, കാലം കോഴി, ഇങ്ങനെ ചിക്കൻ ഐറ്റം വേറെയും. ഇവിടെ ഷവർമ ഇല്ലേ? ഉണ്ടല്ലോ ആശാനെ, ഞാൻ ഈ ഷവർമ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. സിംഹവാല, കാശ് മേടിച്ചോണം കേട്ടോ. ആ, ഇവിടെ എന്താ പറഞ്ഞത്?
പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങൾക്ക് 2 ഷവർമ വേണം. നോക്കട്ടെ, ചിലപ്പോ 2 എണ്ണം കൂടി എടുക്കാനുണ്ടാകും. എന്താ അച്ഛാ ഈ ഷവർമ? അത് പണ്ട് ഈ കേരള നാട്ടിൽ വർമ്മമാരുണ്ടാക്കി കഴിച്ചിരുന്ന ഒരു സാധനമാണ് ഷവർമ. ഓ, അത് ശരി. ഇതാ ഷവർമ. ഇനി ഉണ്ടാകില്ല കേട്ടോ. ഹായ്, ഷവർമ കൊള്ളാം. കരടിയാശാനെ, ഞാൻ ഇന്നലെ കഴിച്ചിട്ട് പോയ ആ മാർത്താണ്ഡ വർമ്മ ഒരെണ്ണം വേണമല്ലോ. മാർത്താണ്ഡ വർമ്മയല്ലടോ, ഷവർമ. ഓ, എന്ത് വർമ്മയെങ്കിലും ആവട്ടെ, ഒരെണ്ണം പൊതിഞ്ഞെടുത്തോ. കടുവച്ചാരെ, ഷവർമ ഉണ്ടാകില്ല, മുഴുവനും തീർന്നു. എന്താ പറഞ്ഞ? മുഴുവൻ തീർന്നെന്നോ? കച്ചവടവും കടയും എല്ലാം മെച്ചപ്പെട്ടപ്പോൾ പഴയ പറ്റുപടിക്കാരെ മറന്നോ? കടുവച്ചാരെ, വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്കല്ലേ. മോനെ, കുരകനുണ്ണി, എന്ത് പറ്റിയടാ? അയ്യോ, കുട്ടി ഛർദിക്കുന്നല്ലോ. വേഗം വൈദ്യന്റെ അടുത്ത് എത്തിക്കാം. അയ്യോ, എന്റെ മോനെ, എന്ത് പറ്റിയടാ മോനെ? സിംഹവാല, ഒന്ന് വേഗം വാ. എന്ത് പറ്റിയ ആശാനെ? എടോ, ആകെ പ്രശ്നമായി. ഇവിടെ വന്ന് ഷവർമ കഴിച്ച ആ കുരങ്ങച്ചന്റെ മകൻ ഛർദിച്ച് അവശനായി. ആണോ? എന്നിട്ട് താങ്ങിയെടുത്ത് വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആശാൻ ഇന്നലെ കളയാൻ വെച്ചിരുന്ന കാട്ടുകോഴിയുടെ ഇറച്ചി കൊണ്ടാണ് ഞാൻ ഷവർമ ഉണ്ടാക്കിയത്. അത് നീ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. അത് ഞാൻ മറന്നുപോയി. സിംഹവാല, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം അവര് വന്ന് ചെയ്തോളും. എല്ലാം വരുത്തി വെച്ചിട്ട് അവൻ തടി തപ്പി. നീ സ്കൂൾ കുട്ടികൾക്ക് മോശപ്പെട്ട ഷവർമ കൊടുത്തയച്ചു അല്ലേ? നിന്നെ ഞാൻ ശരിയാക്കുമെടാ. അയ്യോ, നിങ്ങൾ എന്നെ കൊല്ലല്ലേ, എനിക്ക് തെറ്റു പറ്റിയതാടേ. ഇവനെ ഉപദ്രവിച്ചതുകൊണ്ട് കാര്യമില്ല. 25ഓളം കുട്ടികളെയാ വൈദ്യശാലയിൽ എത്തിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നിന്റെ മകനുമുണ്ട്. എന്റെ മോനോ? അതെ, നീ കൊടുത്തയച്ച വിഷാംശം കലർന്ന ഷവർമ നിന്റെ മകൻ കരടിക്കുട്ടനും കഴിച്ചു. എന്റെ പൊന്നുപോലെ കരടിക്കുട്ട. ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും ദാനമായിട്ടാണെങ്കിലും നന്മ നിറഞ്ഞ മനസ്സോടെ നല്ല ഭക്ഷണം കൊടുത്താൽ അത് മഹാപുണ്യമാണ്. കൂട്ടുകാരെ, നമുക്കിടയിൽ ഒരുവന് എന്തെങ്കിലും കുറവുണ്ടെന്ന് കണ്ടാൽ അവനെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഈ ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും കഥ അതിന് നല്ലൊരു ഉദാഹരണമാണ്.
നാട്ടിലാശ്രമമുള്ളൊരു ഗുരുവിനു 4 ശിഷ്യന്മാർ. നാട്ടിലാശ്രമമുള്ളൊരു ഗുരുവിനു 4 ശിഷ്യന്മാർ. 4 ശിഷ്യന്മാരും ഗുരുവിനു 4 വിരൽ പോലെ. 4 ശിഷ്യന്മാരും ഗുരുവിനു 4 വിരൽ പോലെ. ഒരുവൻ ബലവാൻ, ഒരുവൻ ധനവാൻ. ഒരുവൻ ബലവാൻ, ഒരുവൻ ധനവാൻ. ഒരുവൻ ജ്ഞാനി, ദുർബലനൊരുവൻ. ഒരുവൻ ജ്ഞാനി, ദുർബലനൊരുവൻ. നാട്ടിലാശ്രമമുള്ളൊരു ഗുരുവിനു 4 ശിഷ്യന്മാർ. 4 ശിഷ്യന്മാരും ഗുരുവിനു 4 വിരൽ പോലെ. നാലു വിരലാം ശിഷ്യന്മാരോ 4 തരക്കാര്. 4 വിരലാം ശിഷ്യന്മാരോ 4 തരക്കാര്. തന്തവിരലാം ഗുരുവോ പാവം നട്ടം തിരിയുന്നു. തന്തവിരലാം ഗുരുവോ പാവം നട്ടം തിരിയുന്നു. നാട്ടിലാശ്രമമുള്ളൊരു ഗുരുവിനു 4 ശിഷ്യന്മാർ. 4 ശിഷ്യന്മാരും ഗുരുവിനു 4 വിരൽ പോലെ. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈശ്വരനിൽ അർപ്പിക്കുക. ഇനി ഒരു പ്രധാന കാര്യം പറയട്ടെ. ഈ ഗുരുകുലത്തിലെ നിങ്ങളുടെ വിദ്യാഭ്യാസം തീരുവാൻ ഇനി കുറച്ചു നാളുകൾ കൂടിയേ ബാക്കിയുള്ളൂ. ശിഷ്യരായ നിങ്ങളിൽ നിന്ന് സമർത്ഥനായ ഒരുവനെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ നാളെ നിങ്ങൾ 4 പേരും പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് തയ്യാറായി വരിക. നിങ്ങളിൽ നിന്ന് കഴിവുള്ള ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കും. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. ശിഷ്യന്മാരായ നമ്മൾ 4 പേരിൽ ഏറ്റവും ശക്തിയുള്ളവൻ ഞാനാണ്. ഗുരുവിന്റെ ഏതു പരീക്ഷണങ്ങളെയും ശക്തി കൊണ്ട് ജയിക്കാൻ എനിക്ക് കഴിയും. ശക്തി മാത്രം പോരെ കൂട്ടുകാരാ, ബുദ്ധിയാണ് വേണ്ടത്. നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതും അതാണ്. ഏതൊരു പരീക്ഷയുടെ വിജയത്തിന് പിന്നിലും ബുദ്ധിയാണ്. നമ്മുടെ ഗുരുവിന്റെ ഏത് പരീക്ഷയെയും ബുദ്ധി കൊണ്ട് ജയിക്കാൻ എനിക്ക് കഴിയും. ഒരുവനെ ഉയർത്തി നിർത്തുന്ന മുഖ്യ ഘടകം അവന്റെ സമ്പത്താണ്. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. ലക്ഷക്കണക്കിന് സമ്പത്തിനുടമയാണ് ഞാൻ. എന്റെ സമ്പത്ത് കൊണ്ട് വിജയം ഞാൻ വിലയ്ക്ക് വാങ്ങും. നിങ്ങൾ നേരത്തെ എത്തിയല്ലേ? ഇന്ന് ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിച്ചു, അതാണ് ഇത്ര വൈകിയത്. പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലടോ. ദുർബലനായ തനിക്ക് എന്നും പരാജയം മാത്രമേ ഉണ്ടാകൂ. ഗുരുവിന്റെ ഈ പരീക്ഷണത്തിലും തനിക്കത് തന്നെ സംഭവിക്കും. ഞങ്ങളെ ജയിക്കാൻ ഒരിക്കലും നിനക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിന്ന് നീ പിന്മാറുക.
അതെ, അതാണ് നല്ലത്. നിങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു യോഗ്യതയും എനിക്കില്ല. എങ്കിലും ചെറിയവനെ വലിയവനാക്കുന്ന ഈശ്വരൻ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഗുരുവിന്റെ ഏതു പരീക്ഷണങ്ങളെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ബുദ്ധിയില്ലാത്ത തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുളിക്കാൻ പോയ ഗുരു എന്താണ് ഇത്ര വൈകുന്നത്? പരീക്ഷണങ്ങളൊക്കെ എപ്പോഴും രാവിലെ തന്നെ നടത്തുന്നതാ നല്ലത്. വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് ക്ഷീണം വർദ്ധിക്കും. അതാ ഗുരുനാഥൻ വരുന്നുണ്ടല്ലോ. മക്കളെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് തയ്യാറെടുപ്പോടെയാണോ വന്നിരിക്കുന്നത്? അതെ ഗുരു. ആ, ഇനി പരീക്ഷണം എന്താണെന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ ഞാൻ ഓരോ വെള്ളക്കടലാസുകൾ തരും. അത് നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ദൂരെ നിൽക്കുന്ന എൻ്റെ അടുത്ത് എത്തിക്കണം. ഇതെന്ത് പരീക്ഷണം? ഇതാ വെള്ളക്കടലാസുകൾ. ഹായ്, ചെളിയോ ചുളിവോ ഇല്ലാത്ത നല്ല വെള്ള കടലാസ്. ഇതെന്തിനാണ് ഗുരു കമ്പ് കൊണ്ട് നിലത്ത് വരയ്ക്കുന്നത്? ഈ വരയുടെ പിന്നിൽ നിങ്ങൾ 4 പേരും നിൽക്കുക. ഞാൻ ദൂരേക്ക് മാറി നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം വെള്ളക്കടലാസ് നിങ്ങൾ എൻ്റെ അടുത്ത് എത്തിക്കാൻ. പിന്നെ ഒരു കാരണവശാലും വരയ്ക്ക് മുന്നിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇത് വല്ലാത്തൊരു പരീക്ഷണം തന്നെ. ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് വെള്ളക്കടലാസ് ഗുരുവിന്റെ അടുത്ത് എത്തിക്കുക? ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഗുരുവിന്റെ ബുദ്ധി നശിച്ചെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ശരി, ഇതാ സമയം ആരംഭിച്ചിരിക്കുന്നു. ഓരോരുത്തരായി പരിശ്രമിച്ചോളൂ. എങ്ങനെ പരിശ്രമിക്കാൻ? എല്ലാവരും പരാജയപ്പെട്ടത് തന്നെ. ഇങ്ങനെ ഒരു പരീക്ഷണമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനും. നീ വലിയ ബുദ്ധിമാനല്ലേ? ഇവിടെ നിന്നുകൊണ്ട് ഈ കടലാസ് ഗുരുവിന്റെ അടുത്ത് എത്തിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ആലോചിച്ചു നോക്ക്. പ്രയോജനമില്ലെങ്കിലും വെറുതെ ആലോചിച്ചോളൂ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. കൊള്ളാം, അത് തന്നെ വഴി. ഇവിടെ നിന്നുകൊണ്ട് ഈ കടലാസ് ഗുരുവിന്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്താണ്? പറയൂ. പറയുന്നില്ല, ഇതാ കണ്ടോളൂ. നിന്റെ ബുദ്ധി അപാരം തന്നെ. ഇപ്പോൾ എറിഞ്ഞതിന്റെ ഇരട്ടി ശക്തിയിൽ എറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ആ കടലാസ് ഗുരുവിന്റെ അടുത്തു തന്നെ എത്തുമായിരുന്നു. ഇരട്ടി ശക്തിയിലെറിയാൻ ബലവാനായ എനിക്ക് മാത്രമേ കഴിയൂ. എങ്കിൽ താനെറിയൂ. ഇല്ല, നീ കൂടി എറിഞ്ഞിട്ടേ ഞാൻ എറിയുന്നുള്ളൂ. എങ്കിൽ ഞാനിതാ എറിയുന്നു. ഹോ, അത്ഭുതം തന്നെ. അത്രയും ദൂരമെങ്കിലും എനിക്ക് എറിയാൻ കഴിഞ്ഞല്ലോ. 2ാം സ്ഥാനം എനിക്ക് തന്നെ. എങ്കിൽ 1ാം സ്ഥാനക്കാരനായ ഞാൻ എറിയാം. വിജയം നിനക്ക് തന്നെ. കൂട്ടുകാരാ, തനിക്ക് ലഭിക്കാൻ പോകുന്ന സമർത്ഥനായ ശിഷ്യൻ എന്ന പദവി എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ധാരാളം പണം തരാം. താനിപ്പോ പറഞ്ഞത് എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ കടലാസ് എറിഞ്ഞ് ഗുരുവിന്റെ അടുത്ത് എത്തിക്കട്ടെ.
ഞാനും പരാജയപ്പെട്ടു. എതിർദിശയിൽ നിന്ന് കാറ്റ് വന്നതുകൊണ്ടാ എന്റെ കടലാസ് മുന്നോട്ട് പോകാത്ത. കഷ്ടം. ഞാൻ വിജയിക്കേണ്ടതായിരുന്നു, പക്ഷേ ഈശ്വരാനുഗ്രഹം ഇല്ലാതെ പോയി. ഇനി ഇവന്റെ ഊഴമാണല്ലോ. ഇവൻ എന്താണ് കണ്ണടച്ച് നിൽക്കുന്നത്? എടാ ദുർബല, താൻ എറിയുന്നുണ്ടോ? നിങ്ങളൊക്കെ എറിഞ്ഞു കഴിഞ്ഞോ? ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. വാചകടിച്ചൊന്നും സമയം കളയാതെ എറിയുന്നെങ്കിൽ വേഗം എറിയടോ. എറിയാനുള്ള ആരോഗ്യം ഉണ്ടോടാ നിനക്ക്? നീ എന്താണ് ഈ കാണിക്കുന്നത്? പക്ഷി ഉണ്ടാക്കുന്നോ? എല്ലാവരും എറിഞ്ഞതുപോലെ ശക്തിയോടെ വലിച്ചെറിയാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഈ പക്ഷിയെ ഗുരുവിന്റെ അടുത്തേക്ക് പറപ്പിച്ചു വിടുകയാണ്. അത് ഗുരുവിന്റെ അടുത്തേക്കാണല്ലോ പറഞ്ഞു ചെല്ലുന്നത്. അതാ എന്റെ പക്ഷി ഗുരുവിന്റെ കൈകളിൽ. ഈശ്വര, അങ്ങനെ വിജയിപ്പിച്ചു. നന്ദി. കൊള്ളാം, മിടുക്കൻ. നീ തന്നെ എന്റെ സമർത്ഥനായ ശിഷ്യൻ. കുട്ടികളെ, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ദൈവം തന്ന കഴിവുകളെ അവസരോചിതമായി തന്നെ ഉപയോഗിക്കണം. നിങ്ങൾ എന്നും തരം താഴ്ത്തിയിരുന്ന ഈ ദുർബലൻ വിജയിച്ചത് കണ്ടില്ലേ? ഈശ്വരന്റെ പ്രവൃത്തി ഇങ്ങനെയാണ്. ആ ശക്തി പിന്നിൽ നിൽക്കുന്ന ആളെ എന്നും മുന്നിലെത്തിക്കും. കൂട്ടുകാരെ, അടുത്ത കഥ കാണാൻ നമുക്ക് മുത്തും പവിഴവും പവിഴപ്പുറ്റുകളുമുള്ള മനോഹരമായ വർണ്ണമത്സ്യങ്ങളുടെ ലോകത്തേക്ക് പോകാം. എന്താ നക്ഷത്രമാമ, വലിയ സന്തോഷത്തിലാണല്ലോ. അയ്യോ, ഇനി എനിക്ക് ചിരിക്കാൻ വയ്യായി. ചിരിച്ച് ഞാൻ മടുത്തു. മടുത്തെങ്കിൽ വേഗം ചിരി നിർത്തിക്കോ. അധികം ചിരിച്ചാൽ കരയേണ്ടി വരുമെന്നാണ് പറയുന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കും സക്കറേ? ഈ മനുഷ്യരെന്തൊരു മണ്ടന്മാരാണ്. എന്തു പറ്റി? ഏതോ ഒരു നീരാളി ലോകകപ്പ് മത്സരം പ്രവചിച്ചെന്ന് പറഞ്ഞ് ഈ വീട്ടിലെ കുട്ടി ഒളിമ്പിക്സിൽ ഇന്ത്യ എന്ന് സ്വർണം നേടുമെന്നറിയാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് മാമൻ വല്ലതും പ്രവചിച്ചോ? എന്തു പ്രവചിക്കാൻ? അതിരിക്കട്ടെ, ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? ഞാൻ ആ ഗോൾഡ് ഫിഷിന്റെ ബംഗ്ലാവ് വൃത്തിയാക്കാൻ പോയതായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 ദിവസത്തെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ എത്ര ആത്മാർത്ഥതയോടെ ജോലി ചെയ്താലും ആ ഗോൾഡ് ഫിഷിന് കുറ്റം തീരില്ല. എന്തു ചെയ്യാം? എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേൾക്കാനാണ് എൻ്റെ വിധി. സാരമില്ല സക്കറെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം നിനക്ക് വരും. വരുമായിരിക്കും. മത്സ്യങ്ങളിലെ ഗപ്പിക്കുഞ്ഞൻ സാരി വാലഞ്ഞാൻ, എന്നെ കാണാൻ എന്തൊരു ചന്തം സുന്ദരിയാണേ ഞാൻ. മത്സ്യങ്ങളിലെ ഗപ്പിക്കുഞ്ഞൻ സാരി വാലഞ്ഞാൻ, എന്നെ കാണാൻ എന്തൊരു ചന്തം സുന്ദരിയാണേ ഞാൻ. അക്വാറിയത്തിൽ മാലാഖയാകും ഏഞ്ചൽ മത്സ്യം ഞാൻ. അക്വാറിയത്തിൽ മാലാഖയാകും ഏഞ്ചൽ മത്സ്യം ഞാൻ. എന്നോട് അഴക് ആർക്കൊണ്ടിവിടെ പറയുക സ്നേഹിതരേ. കാക്കക്കറുപ്പിൻ 7.5 കാണുന്നറിയുക സ്നേഹിതരേ. കാക്കക്കറുപ്പിൻ 7.5 കാണുന്നറിയുക സ്നേഹിതരേ. 7.5 കറുത്ത സുന്ദരി ഞാനാം ബ്ലാക്ക് മോളി. 7.5 കറുത്ത സുന്ദരി ഞാനാം ബ്ലാക്ക് മോളി. സ്വർണ്ണപ്പട്ട് പുതച്ചൊരു സുന്ദര സുവർണ മത്സ്യം ഞാൻ.
സ്വർണ്ണപ്പട്ട് പുതച്ചൊരു സുന്ദര സുവർണ മത്സ്യം ഞാൻ. മത്സ്യങ്ങളിലെ അതിസുന്ദരി സ്വർണ്ണ മത്സ്യം ഞാൻ. മത്സ്യങ്ങളിലെ അതിസുന്ദരി സ്വർണ്ണ മത്സ്യം ഞാൻ. അഴകുള്ളവരാം ചങ്ങാതികളെ പാവം സക്കറു ഞാൻ. അഴകുള്ളവരാം ചങ്ങാതികളെ പാവം സക്കറു ഞാൻ. നിങ്ങളോടൊത്തു വസിക്കുന്നതിനാൽ ഞാനും സുന്ദരനാ. നീ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ? ഈ അക്വേറിയത്തിന്റെ അലങ്കാരമായി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിനക്കൊരു യോഗ്യതയുമില്ല. ജോലി ഉള്ളപ്പോൾ അറിയിക്കാം, അപ്പോൾ വന്നാ മതി. അയ്യോ, കണ്ണു കാണാൻ വയ്യേ. ഹോ, എന്തൊരു അസ്വസ്ഥത. ഞാൻ ഇപ്പം മരിക്കുവേ. അക്വേറിയത്തിൽ അഴുക്ക് കാരണം നമ്മുടെ കൂട്ടുകാരെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ സക്കറിനാണെങ്കിൽ കാണാനുമില്ല. ഇനിയും അഴുക്ക് വർദ്ധിച്ചാൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നമുക്കെല്ലാവർക്കും ആ നക്ഷത്രമാവനെ ഒന്ന് ചെന്ന് കണ്ടാലോ? ആര് വേണമെങ്കിലും ചെന്ന് കാണാം. എന്താ എല്ലാരും കൂടി? മാമാ, ഞങ്ങൾ എല്ലാവരും മരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അക്വേറിയത്തിൽ അഴുക്ക് കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ട്? ആ സക്കർ മത്സ്യം അഴുക്ക് വൃത്തിയാക്കാത്തത് കൊണ്ട്. സക്കർ ആർക്ക് വേണ്ടിയാണ് ഈ അക്വേറിയം മുഴുവൻ വൃത്തിയാക്കുന്നത്? സക്കറിന് വേണ്ടിയോ അതോ നമുക്ക് വേണ്ടിയോ? അത് എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? പറയൂ. നമുക്ക് വേണ്ടിയാണ് മാമ. ഈ അക്വേറിയത്തിൽ സക്കർ ചെയ്യുന്ന വലിയ നന്മ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സക്കർ പണിമുടക്കിയത് കൊണ്ട് നമുക്കെല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് മരണമാണ്. ഈ അക്വേറിയത്തിലെ അഴുക്കുകൾ വൃത്തിയാക്കി നമ്മളുടെ ജീവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. നിങ്ങൾ ചെയ്ത ആ വലിയ തെറ്റിന്റെ ഫലമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത്. തെറ്റുപറ്റി മാമാ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. സക്കറിനോട് ഞങ്ങൾക്ക് മാപ്പ് പറയണം. നക്ഷത്രമാമ, അതാ കല്ലിന്റെ അടിയിൽ നമ്മുടെ സക്കർ. സക്കറേ, ചങ്ങാതി ഞങ്ങളോട് ക്ഷമിക്ക്. വാക്കുകൾ കൊണ്ട് ഞങ്ങൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. എല്ലാം ഞങ്ങളുടെ അറിവില്ലായ്മയെ കണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കണം. മോനെ സക്കറെ, നിന്റെ കൂട്ടുകാരെ രക്ഷിക്കടാ. ചങ്ങാതിമാരെ, എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല. പിന്നെ സ്വന്തം സഹോദരന്മാരായ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി. ഈ അക്വേറിയത്തിലെ അഴുക്ക് വൃത്തിയാക്കുന്ന കാര്യം പോലും ആ സങ്കടത്തിൽ ഞാൻ മറന്നുപോയി. കൂട്ടുകാരെ, 1 മണിക്കൂറിനുള്ളിൽ ഈ അക്വേറിയത്തിലെ അഴുക്കുകളെല്ലാം ഞാൻ നീക്കിയിരിക്കും. പല നിറമാണിൽ പോലും ഞങ്ങൾ ഇനി മുതലൊന്നാടേ. പല നിറമാണിൽ പോലും ഞങ്ങൾ ഇനി മുതലൊന്നാടേ. ദൈവതലത്തിൽ സുന്ദര സൃഷ്ടികളാണ് മത്സ്യങ്ങൾ. ദൈവതലത്തിൽ സുന്ദര സൃഷ്ടികളാണ് മത്സ്യങ്ങൾ. കൂട്ടുകാരെ, നിങ്ങൾ ആരും കള്ളം പറയരുത്. കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. ശിഷ്യനായ കുരങ്ങനുണ്ണിയോട് കള്ളം പറഞ്ഞ കാട്ടിലെ കുറുക്കൻ വൈദ്യന്റെ രസകരമായ ഒരു കഥ നമുക്ക് കാണാം.
ഈ ആറന്മുള കണ്ണാടി കിട്ടിയത് എന്റെ ഭാഗ്യം. എപ്പോ വേണമെങ്കിലും സൗന്ദര്യം നോക്കാം. കണ്ണാടിയാദ്യമായൻ ഭാഗ്യരൂപം സ്വന്തമാക്കി. ഹായ്, മനോഹരമായിരിക്കുന്നു. എന്തൊരു താളം, എന്തൊരു ഭാവം, എന്തൊരു ബോധമില്ലായ്മ. ഞങ്ങൾ കുറുക്കന്മാർക്ക് കൂവാൻ മാത്രമല്ല പാടാനും അറിയാമെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? പണ്ട് ഞാൻ ഇതിലും നന്നായി പാടിയിരുന്നതാണ്. ഇപ്പോ പഴയതുപോലെ സംഗതിയൊന്നും വരുന്നില്ല. സംഗതിയൊക്കെ തീർന്നു കാണും. വെള്ളത്തിൽ തലകുത്തി നിന്ന് സ്വാഗതം ചെയ്യും. സ്വാഗതമല്ല, സാധകം. കലാബോധമില്ലാത്ത ഇവൻ ആരാണ്? അടിയന്റെ മകനാ, അങ്ങയുടെ ശിഷ്യനാക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ശിഷ്യനാക്കാനോ? അതെ, പറ്റില്ലാന്ന് മാത്രം അങ്ങ് പറയരുത്. മഹാവികൃതിയും മരമണ്ടനുമായ ഇവനെ മിടുക്കനാക്കിയെടുക്കാൻ അതിബുദ്ധിമാനും തന്ത്രശാലിയുമായ അങ്ങയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അങ്ങയുടെ തന്ത്രങ്ങളെ കുറിച്ച് അടിയൻ പഞ്ചതന്ത്രം കഥകളിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ അതെ, പഞ്ചതന്ത്രം കഥകളിൽ ഞാനങ്ങ് നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇനി വരുമ്പോ ഒരു കോപ്പി കൂടി കൊണ്ടുവരണം കേട്ടോ. കാപ്പി കൊണ്ടുവരാനോ? കാപ്പിയല്ല, പഞ്ചതന്ത്രം കഥയുടെ കോപ്പി. നിനക്ക് ചെവിയും കേക്കില്ലേ? കോപ്പി എത്ര വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഈ കുരങ്ങനുണ്ണി അങ്ങ് മിടുക്കനാക്കി തരണം. അക്കാര്യം ഞാൻ ഏറ്റു. എടോ കുരങ്ങച്ച, തനിക്കറിയാമോ? എനിക്കറിയില്ല. എന്താ? 12 കൊല്ലം കുഴലിൽ ഇട്ടിട്ട് നിവരാത്ത ഒരു നായയുടെ വാലി ഒറ്റ ദിവസം കൊണ്ട് നിവർത്തിയവനാ ഈ കുറുക്കനാശാൻ. അത്ഭുതം തന്നെ. നായയുടെ വാല് നെടിയെ തിളച്ച് കമ്പിയേറ്റ് കാണും. പോട്ടെ ആശാനെ, കുട്ടിയല്ലേ. ഇതുപോലെ കാട്ടാറിൽ 101 കുളി നടത്തിയിട്ടും വെളുക്കാത്ത ഒരു കാക്കയെ ഒറ്റ ദിവസം കൊണ്ട് വെളുപ്പിച്ചവനാ ഈ ഞാൻ. സമ്മതിക്കണം. കാക്കയുടെ തൊലിയുരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ടാണോ വെളുപ്പിച്ചത്? ക്ഷമിക്കാശാനെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവൻ മഹാവികൃതിയാണെന്ന്. അങ്ങ് വേണം ഇവനെ നന്നാക്കിയെടുക്കാൻ. മനഃശാസ്ത്രപരമായി അങ്ങ് ഇവനെ ചികിത്സിക്കണം. അവിടുത്തെ ക്ഷമയും അറിവും എല്ലാം ഇവന് പകർന്നു കൊടുക്കണം. ക്ഷമയോ? ഇപ്പൊ തന്നെ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന മട്ടാണ്. ആശാനെ, ഞങ്ങളോട് ദയ കാട്ടണം. സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. ധൈര്യമായി പൊയ്ക്കോളൂ. കുരങ്ങനുണ്ണിയെ ഒരു ശിഷ്യനായി ഇവിടെ നിർത്തി മിടുക്കനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ പോവുകയാണോ? ഇല്ല, ഞാനിവിടെ നിൽക്കില്ല. അച്ഛാ, ഞാനും വരുന്നു. ഓടിക്കോ. അയ്യോ, എന്റെ വാലേ. നായയുടെ വാല് എനിക്ക് പുല്ല. പിന്നെയാ നിന്റെ ഒരു ഉണക്ക വാല്. ഇവിടെ വാടാ. പണിയെടുത്തു മടുത്തു. രാവിലെ തന്നെ ഒരു ചുമട് പണി തന്നിട്ട് ചികിത്സ നടത്താൻ പോകുന്ന കുറുക്കനാശാനാണെങ്കിൽ എത്തുന്നത് വൈകുന്നേരം. ഞാൻ കൃത്യസമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ എന്ന് പോലും ആശാൻ തിരക്കാറില്ല. എല്ലാത്തിനും കാരണക്കാരൻ എന്റെ അച്ഛനാണ്. ഞാൻ അല്പം കുസൃതിയാണെന്ന് കരുതി എന്നെ ഇവിടെ കൊണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? വീട്ടിലായിരുന്നെങ്കിൽ ഒരു പണിയും ചെയ്യാതെ കളിച്ച് നടക്കാമായിരുന്നു. എന്താടാ കുരങ്ങനുണ്ണി, പണിയെടുക്കാതെ നിന്ന് സ്വപ്നം കാണുകയാണോ? കുറുക്കനാശാൻ, കിഴക്കേ മലയിലെ കലമാന്റെ കൊമ്പിൽ മരുന്ന് പുരട്ടാൻ പോയ അങ്ങ് എന്താണ് ഇത്ര താമസിച്ചത്? 2 ആഴ്ച മരുന്ന് പുരട്ടിയിട്ടും കലമാന്റെ കൊമ്പിന്റെ വളർച്ച നിന്നില്ല. അതുകൊണ്ട് തന്നെ കൊമ്പുകൾ പിഴുതെടുത്ത് പകരം മരത്തിന്റെ 2 കൊമ്പുകൾ ഫിറ്റ് ചെയ്തു. ഇനി കലമാന്റെ കൊമ്പുകൾ വളരില്ല. കലമാന്റെ പിഴുതെടുത്ത കൊമ്പുകളാണല്ലേ ആശാന്റെ കയ്യിലിരിക്കുന്നത്? അതെ അതെ, വിറ്റോ നല്ല വില കിട്ടുന്ന സാധനമാ. നീ ഇത് അകത്ത് കൊണ്ടുപോയി വെച്ചേക്ക്. അങ്ങനെ ആവട്ടെ. ഇതെന്താ ആശാനെ ഈ ഭരണിയിൽ? തിന്നാൻ വല്ലതുമാണോ? തിന്നണമെന്നുള്ള ഒരു ചിന്ത മാത്രമല്ലേ നിനക്കുള്ളൂ. മര്യാദക്ക് പറഞ്ഞ പണി ചെയ്യ്. ചെയ്തോളാവേ.
ഈ ഭരണിയിൽ ഈന്തപ്പഴങ്ങളാണെന്ന് ആ കൊതിയൻ അറിയണ്ട. എന്തൊരു രുചി! കലമാൻ തന്നുവിട്ട ദക്ഷിണ കൊള്ളാം. അടിപൊളി. ഹോ, എന്താ ചൂട്! ഹാ, 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 ഓ, ഹാ, 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 ഹാ. എന്തായിരിക്കും ഈ ഭരണിയിൽ? വല്ല പാൽപായസവും ആയിരിക്കോ? നീ എന്താടാ ആ ഭരണിയിൽ നോക്കിയിരുന്ന് വെള്ളമറക്കുന്നത്? ഈ ഭരണിയിൽ എന്താണെന്ന് അങ്ങിതുവരെ എന്നോട് പറഞ്ഞില്ല. അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ഇതൊരു വൈദ്യശാലയാണ്. ഇവിടെ എങ്ങനെ പലതും കൊണ്ടുവന്ന് വയ്ക്കും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഈ ഭരണിയിൽ എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. മനസ്സിലായിടത്തോളം മനസ്സിലായാ മതി. മനസ്സിലായോ? മനസ്സിലായേ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ ആ സഞ്ചിയിലെടുത്തു വെച്ചോ? എടുത്തു വെച്ചു. കൊടിലെടുത്തു വെച്ചോ? കൊടലോ? ഓ, കൊടലല്ലടാ, കൊടില്. ഓ, എന്തൊരു മണ്ടൻ! എടാ, പല്ലുവേദന കാരണം ഗുഹയിൽ കഴിയുന്ന കടുവച്ചാരുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ചിലപ്പോ മുഴുവൻ പല്ലുകളും പറിച്ചു കളയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നഖങ്ങളും ഞാൻ പറിക്കും. അതിനാണ് ഈ കൊടില്. കൊടിൽ സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആശാനെ, കടുവയുടെ ഗുഹയിലേക്ക് പോവുകയല്ലേ? പോകുന്നതിന് മുമ്പ് ആ ഭരണിയിൽ എന്താണെന്നറിയാൻ അടിയൻ ആഗ്രഹമുണ്ട്. ഹോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, അത് കുറച്ച് വിഷക്കായ്കളാണ്. വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ കൊണ്ടുവന്നതാ. നീ അതിൽ തൊടാനൊന്നും പോകണ്ട. അയ്യോ, അത് വിഷക്കായ്കളാണെങ്കിൽ അതിനടുത്തേക്ക് പോലും ഞാനില്ല. എന്നാ ഞാൻ പോട്ടെ. വിഷക്കായ്കളൊന്നും എടുത്ത് കഴിച്ചേക്കരുതേ. അയ്യോ, ഞാൻ കഴിക്കുന്നില്ലേ. എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തായാലും കടുവച്ചാരുടെ പല്ല് പറിക്കുന്നതോടെ എല്ലാ ചികിത്സയും നിന്നോളൂ. എനിക്കും മനസ്സിലാകാത്തത് ഈ വിഷക്കായ്കൾ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ്. വിഷക്കായ് കൊണ്ട് എങ്ങനെയാണ് വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കുന്നത്? ആവോ, ആർക്കറിയാം. എന്തായാലും ഭരണി തുറന്ന ആ വിഷക്കായ്കളൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഈന്തപ്പഴത്തിന്റെ നല്ല മണം. നോക്കട്ടെ. ഹായ്, ഇത് ഈന്തപ്പഴങ്ങൾ തന്നെയാണല്ലോ. ഇത് വിഷക്കായ്കളാണെന്ന് എന്നെ പറ്റിക്കാൻ ആശാൻ നുണ പറഞ്ഞതാണ്. എനിക്ക് തരാതെ ഈ ഈന്തപ്പഴം മുഴുവൻ സാപ്പിടാനുള്ള ആശാന്റെ തന്ത്രമായിരുന്നല്ലേ. ഞാനിത് മുഴുവൻ സാപ്പിടാൻ പോവുകയാണ്. ഹായ്, എന്തൊരു മധുരം! ഇന്നെന്റെ ഭാഗ്യ ദിവസമാണ്. la la le la le la la le la la le la le la la le la 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 le la le la la le la la le la le la la le അത്തിനന്തോ അത്തിപ്പഴം ഇത്തിനന്തോ ഇത്തിപ്പഴം എന്തിനന്തോ ഇതെന്തു പഴോ തിന്തക തൈ തിന്തപ്പഴം അത്തിനന്തോ അത്തിപ്പഴം ഇത്തിനന്തോ ഇത്തിപ്പഴം എന്തിനന്തോ ഇതെന്തു പഴോ തിന്തക തൈ തിന്തപ്പഴം ലലലാലേ ലാലേ 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 la la le la le la la le
നാട്ടിലെ കഥയിലുള്ളൊരു മധുരമുള്ളോരിന്തപ്പഴം, അറബി നാട്ടിലെ കഥയിലുള്ളൊരു മധുരമുള്ളോരിന്തപ്പഴം, നുണഞ്ഞിറക്കുവാൻ കൊതിച്ചിടുന്നവർ അടുത്തു വന്നോളൂ, നിങ്ങളടുത്തു വന്നോളൂ. ഈന്തപ്പഴം നുണഞ്ഞിടാം, മതിയാവോളം കഴിച്ചിടാം. ലലലാലേ ലാലേ ലാലേ, ലാലേ ലാലേ ലാലേ, ലലലാലേ ലാലേ ലാലേ, ലാലേ ലാലേ ലാലേ. അത്തിനന്തോ അത്തിപ്പഴം, ഇത്തിനന്തോ ഇത്തിപ്പഴം, എന്തിനന്തോ ഇതെന്തു പഴം, തിന്തകത്തൈ നീന്തപ്പഴം. അത്തിനന്തോ അത്തിപ്പഴം, ഇത്തിനന്തോ ഇത്തിപ്പഴം, എന്തിനന്തോ ഇതെന്തു പഴോ, തിന്തകത്തൈ നീന്തപ്പഴം. ലലലാലേ ലാലേ ലാലേ, ലാലേ ലാലേ ലാലേ, ലലലാലേ ലാലേ ലാലേ, ലാലേ ലാലേ ലാലേ. ഈന്തപ്പഴങ്ങൾ മുഴുവൻ തീർന്നു. ഇനി കുറുക്കനാശാൻ വരുമ്പോൾ ഞാൻ എന്തു പറയും? വേഗം എന്തെങ്കിലും പോംവഴി കാണാം. കുറുക്കനാശാന്റെ ആറന്മുള കണ്ണാടി, ഇതുകൊണ്ടൊരു പണി ഒപ്പിക്കാം. കുരങ്ങനുണ്ണി, കുരങ്ങനുണ്ണി, ഇവൻ എവിടെ പോയി? കുരങ്ങനുണ്ണി, ഇവനിതെന്ത് പറ്റി? കുരങ്ങനുണ്ണി, കുരങ്ങനുണ്ണി, മോനെ കണ്ണു തുറക്കു മോനെ. ആശാനേ, മാപ്പ് മാപ്പ്. നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ആശാനേ, എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു തെറ്റ് പറ്റി. സാരമില്ല, നീ കുട്ടിയല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ കാര്യം പറയൂ. ആശാന്റെ ആറന്മുള കണ്ണാടി എന്റെ കയ്യിൽ നിന്ന് അറിയാതെ നിലത്തു വീണ് പൊട്ടി. എന്ത്? എന്റെ ആറന്മുള കണ്ണാടി പൊട്ടിയെന്നോ? ഈശ്വരാ, ഞാനിനി എങ്ങനെ രാവിലെയും വൈകുന്നേരവും മുഖ സൗന്ദര്യം നോക്കും? എല്ലാം നീ തകർത്തില്ലേ? അയ്യോ, അങ്ങ് വരുമ്പോൾ ഇതറിഞ്ഞ് കോപം കൊണ്ട് എന്നെ ശപിച്ച് ഭസ്മമാക്കുമെന്ന് കരുതി അങ്ങ് കൊണ്ടുവന്ന ആ വിഷക്കായകൾ തിന്നിട്ട് ഞാൻ മരിക്കാൻ കിടക്കുകയായിരുന്നു. അതും നീ കഴിച്ചോ? ഈശ്വരാ, എന്റെ ഒരു ഗതികേട്. ഭരണിയിലുള്ളത് മുഴുവൻ നീ കഴിച്ചിട്ടില്ലല്ലോ, അല്പമെങ്കിലും ബാക്കി വെച്ചിട്ടില്ലേ? മരിക്കാൻ വേണ്ടി അത് മുഴുവനും ഞാൻ കഴിച്ചു. എഴുന്നേക്കൂ കുരങ്ങനുണ്ണി, എല്ലാം എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്. അത് ഈന്തപ്പഴമാണെന്ന് നിന്നെ അറിയിച്ചിരുന്നെങ്കിൽ എനിക്കായി നീ അല്പമെങ്കിലും ബാക്കി വെക്കുമായിരുന്നു. സ്വാർത്ഥതയാൽ അത് വിഷക്കായ്കളാണെന്ന് നിന്നോട് ഞാൻ കള്ളം പറഞ്ഞത് കൊണ്ടാണ് അത് കഴിക്കാൻ എനിക്ക് കഴിയാതെ പോയത്. ഇതിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ലെന്ന്. എന്നോട് ക്ഷമിക്കാശാനേ, അങ്ങയുടെ ആറന്മുള കണ്ണാടി ഞാൻ... സാരമില്ല കുരങ്ങനുണ്ണി, ചങ്ങാതി നന്നായാൽ പിന്നെ കണ്ണാടി വേണ്ട.
സ്റ്റാർ ഹോട്ടൽ കഥയുണ്ടേ, കാട്ടിലെ 5 സ്റ്റാർ ഹോട്ടൽ കഥയുണ്ട്.